എന്നും പുതുമയുമായി എത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് അർത്ഥത്തോടു കൂടിയുള്ള ഖുർആൻ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആനിലെ 379-ാമത്തെ പേജ് സൂറത്തുൽ നംലിലെ 23 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഞാൻ സാജിറ, കൂടെ അൻസില. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി വജദ്തു ഇംറഅതൻ തംലികുഹും വഊതിയത് മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ അളീം. ഒരു സ്ത്രീ അവരെ ഭരിക്കുന്നതായി ഞാൻ കണ്ടെത്തുകയുണ്ടായി. എല്ലാ കാര്യങ്ങളിൽ നിന്നും അവൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അവൾക്ക് ഗംഭീരമായ ഒരു സിംഹാസനവുമുണ്ട്. വജദ്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശ്ശംസി മിൻ ദൂനില്ലാഹി വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും ഫസദ്ദഹും മിൻ ദൂനില്ലാഹി വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും ഫസദ്ദഹും അനിസ് സബീലി ഫഹും ലാ യഹ്തദൂൻ. അവളും അവളുടെ ജനതയും അള്ളാഹുവിന് പുറമെ സൂര്യനെ പ്രണാമം ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടെത്തിയത്. പിശാച് അവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി തോന്നിക്കുകയും അവരെ നേർമാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ അവർ നേർവഴി പ്രാപിക്കുന്നില്ല. അല്ലാ യസ്ജുദൂ ലില്ലാഹില്ലദീ യുഖ്രിജുൽ ഖബ്അ ഫിസ്സമാവാതി വൽ അർളി വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ. ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞു കിടക്കുന്നത് പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിനെ അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് അങ്ങനെ ചെയ്യുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അളീം. മഹത്തായ സിംഹാസനത്തിന്റെ നാഥനായ അള്ളാഹു അല്ലാതെ യാതൊരു ദൈവവുമില്ല. ഖാല സനൻദുറു അസ്വദഖ്ത അം കുൻത മിനൽ കാദിബീൻ. സുലൈമാൻ പറഞ്ഞു, നീ സത്യം പറഞ്ഞതാണോ അതല്ല നീ കള്ളം പറയുന്നവരുടെ കൂട്ടത്തിലായിരിക്കുന്നുവോ എന്ന് നാം നോക്കാം. ഇദ്ഹബ് ബികിതാബി ഹാദാ ഫഅൽഖിഹ് ഇലൈഹിം സുമ്മ തവല്ല അൻഹും ഫൻദുർ മാദാ യർജിഊൻ. നീ എൻ്റെ ഈ എഴുത്ത് കൊണ്ടുപോയി അവർക്ക് ഇട്ടുകൊടുക്കുക. പിന്നീട് നീ അവരിൽ നിന്ന് മാറി നിന്ന് അവർ എന്ത് മറുപടി നൽകുന്നു എന്ന് നോക്കുക. ഖാലത് യാ അയ്യുഹൽ മലഉ ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം. അവൾ പറഞ്ഞു, ഹേ പ്രമുഖന്മാരെ, എനിക്കിതാ മാന്യമായൊരു എഴുത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് സുലൈമാന്റെ പക്കൽ നിന്നുള്ളതാണ്. ആ കത്ത് ഇപ്രകാരമത്രേ: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അല്ലാ തഅലു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ. എനിക്കെതിരിൽ നിങ്ങൾ അഹങ്കാരം കാണിക്കാതിരിക്കുകയും കീഴൊതുങ്ങിയവരായിക്കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരികയും ചെയ്യുക. ഖാലത് യാ അയ്യുഹൽ മലഉ അഫ്തൂനി ഫീ അംരി മാ കുൻതു ഖാതിഅതൻ അംറൻ ഹത്താ തശ്ഹദൂൻ. അവൾ പറഞ്ഞു, ഹേ പ്രമുഖന്മാരെ, എൻ്റെ ഈ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് നിർദ്ദേശം നൽകുക. നിങ്ങൾ എൻ്റെ അടുക്കൽ സന്നിഹിതരായിട്ടല്ലാതെ യാതൊരു കാര്യവും ഖണ്ഡിതമായി തീരുമാനിക്കുന്നവളല്ല ഞാൻ. ഖാലൂ നഹ്നു ഊലൂ ഖുവ്വത്തിൻ വഊലുൽ ബഅസ്. ഖാലൂ നഹ്നു ഊലൂ ഖുവ്വത്തിൻ വഊലൂ ബഅസിൻ ശദീദിൻ വൽ അംറു ഇലൈകി ഫൻദുരി മാദാ തഅ്മുരീൻ. അവർ പറഞ്ഞു, നാം ശക്തിയുള്ളവരും ഉഗ്രമായ സമരവീര്യമുള്ളവരുമാണ്. അധികാരം അങ്ങേക്കാണല്ലോ. അതിനാൽ എന്താണ് കൽപ്പിച്ചരുളേണ്ടതെന്ന് ആലോചിച്ചു നോക്കുക. ഖാലത് ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖർയതൻ അഫ്സദൂഹാ.
إذا دخلوا قرية أفسدوها وجعلوا أعزة أهلها أذلة وكذلك يفعلون. അവൾ പറഞ്ഞു, തീർച്ചയായും രാജാക്കന്മാർ ഒരു നാട്ടിൽ കടന്നാൽ അവർ അവിടെ നാശമുണ്ടാക്കുകയും അവിടുത്തുകാരിലെ പ്രതാപികളെ നിന്ദ്യന്മാരാക്കുകയും ചെയ്യുന്നതാണ്. അപ്രകാരമാകുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. وَإِنِّي مُرْسِلَةٌ إِلَيْهِمْ بِهَدِيَّةٍ فَنَاظِرَةٌ بِمَ يَرْجِعُ الْمُرْسَلُونَ. ഞാൻ അവർക്കൊരു പാരിതോഷികം കൊടുത്തയച്ചിട്ട് എന്തൊരു വിവരവും കൊണ്ടാണ് ദൂതന്മാർ മടങ്ങി വരുന്നതെന്ന് നോക്കാൻ പോകുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.